ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൌരകേന്ദ്രീകൃത ഭരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്ക് മുൻഗണന നൽകുന്നതാണ് വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ നിയമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായി നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ 8-ന്. HMV വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഒരു വിധത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിലെ സാക്ഷരരായ യുവജനങ്ങളുടെ സംഭാവനകളിൽ രാജ്യം ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനത്തിൽ മേധാവിത്വം തുടർന്ന് കണ്ണൂർ, തൃശൂർ, പാലക്കാട് ജില്ലകൾ. കലോത്സവത്തിന് നാളെ സമാപനമാകും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ നടപടി പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. പൌരകേന്ദ്രീകൃത ഭരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്ക് മുൻഗണന നൽകുന്നതാണ് വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ നിയമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര IT മന്ത്രാലയമാണ് വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ നിയമത്തിന്റെ കരട് പുറത്തിറക്കിയത്. സ്വകാര്യ വിവരങ്ങളുടെ ദുരുപയോഗം തടയുന്നതും ബില്ലിലൂടെ ലക്ഷ്യമിടുന്നു. MyGov പ്ലാറ്റ്ഫോം വഴി പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 18 വരെ ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 70 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായി നടക്കും. വോട്ടെണ്ണൽ 8-നാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-ആണ്. It's a single phase election. Date of notification will be 10th of January. Last date of making nomination will be 17th of January. Date of poll is 5th and counting is 8th and 5th again we have very deliberately kept Wednesday. क्योंकि हम सोचते हैं सब दिल्ली वाले वोट करें, इसलिए इस बार भी महाराष्ट्र की तरह हमने इसको वेडनेसडे में रखा है. HMV വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഒരു വിധത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത് പുതുതായി കണ്ടെത്തിയ വൈറസല്ലെന്നും രാജ്യത്ത് ആദ്യമായി HMPV റിപ്പോർട്ട് ചെയ്തെന്ന വിധത്തിലുള്ള മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മുൻപ് തന്നെ HMPV കണ്ടെത്തിയിട്ടുള്ളതാണ്. പുതിയതായ ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ചും ഇതിൽ ജനിതക മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സും ആരോഗ്യ വിദഗ്ധരും ഇതിൽ ജനിതക മാറ്റം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിൽ ഒരു ആശങ്ക വേണ്ടതില്ല. കാരണം അനാവശ്യമായിട്ടൊരു ആങ്സൈറ്റി അല്ലേ ഇത് ഉണ്ടാക്കുന്നത്. ഗർഭിണികളും പ്രായമുള്ളവരും രോഗമുള്ളവരും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം എന്നുകൂടി ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. HMV വൈറസിന് എന്തെങ്കിലും വിധത്തിൽ ജനിതക മാറ്റമുണ്ടായതായി WHO ഉൾപ്പെടെ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. ശ്വാസകോശ രോഗബാധയിൽ രാജ്യത്ത് അസാധാരണ വർധനവുണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇന്ന് വ്യക്തമാക്കിയിരുന്നു. യുവജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെ രാജ്യത്തിന് വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിലെ സാക്ഷരരായ യുവജനങ്ങളുടെ സംഭാവനകളിൽ രാജ്യം പ്രതീക്ഷ അർപ്പിക്കുന്നതായും ഗവർണർ പറഞ്ഞു. മേര യുവ ഭാരത് പോർട്ടലിലെ മത്സരങ്ങളിൽ വിജയികളായ 39 അംഗ കേരള സംഘത്തിന് രാജ്ഭവനിൽ നൽകിയ യാത്രയപ്പ് ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഈ മാസം 10, 11, 12 തീയതികളിൽ നടക്കുന്ന യങ് ലീഡേഴ്സ് ഡയലോഗിൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ സംഘം ആശയങ്ങൾ അവതരിപ്പിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനമായ ഇന്ന് 218 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 877 പോയിന്റുകളുമായി കണ്ണൂർ ജില്ല മേധാവിത്വം തുടരുന്നു. സംഘനൃത്തം, കോൽക്കളി, നാടകം, നാടോടി നൃത്തം തുടങ്ങിയവയിൽ മികച്ച ജനപങ്കാളിത്തത്തിനാണ് മത്സരവേദികൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കലോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. ഉച്ചയ്ക്ക് 2 മണിയോടെ മത്സരങ്ങളും 3:30 അപ്പീൽ നടപടിക്രമങ്ങളും പൂർത്തിയാകും. വൈകുന്നേരം 5 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ് മുഖ്യാതിഥിയാകും. സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം മന്ത്രി വി ശിവൻകുട്ടി SMV സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. 16,000-ഓളം പേർക്കാണ് പുരസ്കാരങ്ങളും പ്രശസ്തി പത്രവും നൽകുന്നത്. ചൂരൽമലയിലെ മത്സരാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സമ്മാനവും നൽകുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിയമസഭാ മന്ദിരത്തിൽ ഈ മാസം 13 വരെ നടക്കുന്ന മേളയിൽ 150-ലധികം ദേശീയ അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പുസ്തക സ്നേഹികളും പൊതുജനങ്ങളും ആദ്യ ദിനം തന്നെ പുസ്തകോത്സവത്തെ ആവേശത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞു. M. മുകുന്ദൻ, ദേവദത്ത് പട്നായിക്, ബെന്യാമിൻ, TD രാമകൃഷ്ണൻ, ബൃന്ദ കാരാട്ട്, VK ശ്രീരാമൻ, മേതിൽ ദേവിക തുടങ്ങി രാഷ്ട്രീയ സാഹിത്യ കലാമേഖലകളിലെ പ്രശസ്ത വ്യക്തികൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. 350ഓളം പുസ്തക പ്രകാശനങ്ങളും 60-ലധികം പുസ്തക ചർച്ചകളും നടക്കുന്നുണ്ട്. കുട്ടികൾക്കായി ഇത്തവണ സ്റ്റുഡൻസ് കോർണറും സജ്ജീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് നഗരം ചുറ്റാൻ KSRTC ഡബിൾ ഡെക്കർ ബസ് സർവീസും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ നടപടി പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളുടെ അവസരം നിഷേധിക്കില്ലെന്നും കൂടിയാലോചനകൾക്ക് ശേഷം വിലക്ക് നീക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നവംബറിൽ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ പ്രതിഷേധിച്ച നാവമുകുന്ദ മാർബേസിൽ സ്കൂളുകൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയത്. അന്വേഷണ കമ്മീഷൻ മുൻപാകെ കുറ്റം സമ്മതിച്ച 2 സ്കൂളുകളും സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. മകരവിളക്കിന് 7 നാൾ മാത്രം ശേഷിക്കെ ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. ഇന്ന് വൈകുന്നേരം 6 വരെ 65,206 പേർ ദർശനം നടത്തി. 14-നാണ് മകരവിളക്ക്. തിരുവാഭരണ ഘോഷയാത്ര 12-ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. നിലമ്പൂർ MLA PV അൻവർ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. UDF-ലേക്കുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നതിന് പിന്നാലെയാണ് സന്ദർശനം. തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് പാണക്കാട് എത്തിയതെന്ന് MLA പ്രതികരിച്ചു. നിലമ്പൂർ വനം വകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം നേടി ജയിൽ മോചിതനായതിന് പിന്നാലെയാണ് സന്ദർശനം. എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സനാതന ധർമ്മത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ രാജ്യമാണ് ഇന്ത്യയെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. KE മാമൻ സ്മാരക രാഷ്ട്രസേവാ പുരസ്കാരം മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയ്ക്ക് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി ഭാഷ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തതിനുള്ള ക്ഷേത്രീയ രാജ്ഭാഷാ പുരസ്കാരം തുടർച്ചയായി 3ാം തവണയും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സ്വന്തമാക്കി. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഔദ്യോഗിക ഭാഷാ വകുപ്പാണ് പുരസ്കാരം നൽകുന്നത്. ജനുവരി 20 മുതൽ ഫെബ്രുവരി 22 വരെ നീളുന്ന അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. വനവകുപ്പിന്റെ www.forest.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ 3 ഘട്ടങ്ങളായാണ് ഇക്കുറി ബുക്കിംഗ് ക്രമീകരിച്ചിട്ടുള്ളത്. നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 95 പിന്നിട്ടു. 130-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 7.1 തീവ്രതയുള്ള ഭൂകമ്പം സിസാങ് നഗരത്തിലാണ് ഏറെ നാശം വിതച്ചത്. പുതുവത്സര വിപണിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 1300-ലേറെ പ്രത്യേക പരിശോധനകൾക്ക് നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ 2800 പരിശോധനകൾ കൂടാതെയാണിത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 21 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. വഴയില പഴകുറ്റി 4-വരിപ്പാതയുടെ 2ാം റീച്ചിനായി കെൽട്രോൺ ജംഗ്ഷൻ മുതൽ വാളിക്കോട് വരെ ഭൂമി വിട്ടു നൽകുന്നവർക്കുള്ള നഷ്ടപരിഹാര തുകയായ 284 കോടി രൂപ മന്ത്രി GR അനിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് കൈമാറി. 312 കുടുംബങ്ങളിൽ നിന്നായി 11.9 ഏക്കർ ഭൂമിയാണ് ഈ റീച്ചിൽ ഏറ്റെടുക്കുന്നത്. കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി വയനാട് ബത്തേരിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. NCC 5ാം കേരള ബറ്റാലിയൻ വയനാട് കമാൻഡിംഗ് ഓഫീസർ കേണൽ മുകുന്ദ് ഗുരുരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരകേന്ദ്രീകൃത ഭരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്ക് മുൻഗണന നൽകുന്നതാണ് വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ നിയമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായി നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ 8-ന്. HMV വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഒരു വിധത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിലെ സാക്ഷരരായ യുവജനങ്ങളുടെ സംഭാവനകളിൽ രാജ്യം ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനത്തിൽ മേധാവിത്വം തുടർന്ന് കണ്ണൂർ, തൃശൂർ, പാലക്കാട് ജില്ലകൾ. കലോത്സവത്തിന് നാളെ സമാപനമാകും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ നടപടി പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.